നമ്മൾക്കെല്ലാം ഉണ്ട്. പക്ഷെ അതൊന്നും ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയില്ല. ഇപ്പം ഒരുപാട് കമ്മീഷണൈസേഷൻ എല്ലാത്തിനും എല്ലാം കേൾക്കില്ല. എല്ലാവരും അവർക്ക് നമ്മുടെ കാര്യം മുന്നോട്ട് പോകണം, ഒന്നാക്കണം എന്നല്ലാണ്ട് അന്യനെ സഹായിക്കണമെന്നോ അവൻ്റെ കാര്യം മുന്നോട്ട് കൊണ്ടുപോകണോ. നിങ്ങൾക്ക് വലിയൊരു ചുമതലയാണ്. നിങ്ങൾ പഴയത് കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കാണുന്ന അർത്ഥമാണ് അത് പാർട്ടി മനസ്സിലാക്കാൻ പാടില്ല. പഴയത് തിരിച്ചു കൊണ്ടുവരണം. എന്നാലും നമ്മുടെ ഭാരതം ശ്രീ മഹാഭാരതമാണ്. ഒരുപാട് സാധ്യതയുണ്ട്. സാഹിത്യത്തിന് വേണ്ടി പൊട്ടൻഷ്യലുണ്ട്. നമുക്ക് ചെയ്യുന്നില്ല. എല്ലാം നമ്മൾ കാണുന്നത് നമുക്ക് കഴിയുന്നു. കഴിക്കാൻ സായിപ്പണമെന്ന് അർത്ഥം നമ്മൾ അത്ര അടുപ്പമുള്ളവരെ ബഹുമാനിക്കേണ്ടവരെ മാത്രമേ കഴിവിക്കൂ. സായിപ്പ് എല്ലാവരും പിടിക്കും. സായിപ്പ് എന്താ കാര്യം പറഞ്ഞാൽ നമ്മളെടുത്ത് കാണാൻ പോകുന്നില്ല. അപ്പോൾ രണ്ടുപേരുടെ കയ്യിൽ ഒരു വാടുമുണ്ട്, ഒരു പരിചയമുണ്ട്. അപ്പോൾ നമുക്ക് കുത്തിയാലോ തലയിൽ ഒരാൾ കൈ പിടിച്ചോളൂ. അവർ പരിചയമൊന്നുമില്ല. തലക്ഷയിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ സായിപ്പിൻ്റെ എല്ലാം അബദ്ധമായ രീതിയിൽ പറയും. രാവിലെ സായിപ്പ് കണ്ടാൽ ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ടു യു. നമ്മൾ പറയുന്നത് തവ സുപ്രഭാതം, അങ്ങേക്ക് നല്ല രാവിലെ ടു യു ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവരും മുക്കോട്ടിരിക്കുന്നു, എന്താ ചെയ്യുന്നത്? അപ്പോൾ ഞങ്ങളെപ്പോലെ പ്രായമുള്ളവർക്ക് ജോലിയില്ല, പ്രായം കൊണ്ടുവന്നിട്ടുള്ളൂ. നിങ്ങളിതിനെപ്പറ്റി ആലോചിച്ചാൽ മുന്നോട്ട് പോകാൻ ഇല്ലെങ്കിൽ മുന്നിട്ടുണ്ട്. അതേ സമയത്ത് അന്യ ദേശത്തുള്ളവർ നമ്മുടെ ആക്ഷേപിക്കുന്നു. നമ്മളൊക്കെ നമുക്കൊന്നും അറിയാൻ വയ്യ എന്ന് പറയും. ജാവാബാദിൽ പോയാൽ അവിടെ എല്ലാം മുസ്ലിംസാണ്. പക്ഷേ അവർ കളിക്കുന്നതും പാടുന്നതും മുഴുവൻ ഭാഗവത രാമായണമാണ്. അതിൻ്റെ കല നോക്കുകയാണ്. അവിടെ കളിക്കുന്നവരാരാണ്? രാജകുടുംബത്തിൽപ്പെട്ടവരാണ് ഈ കളിക്ക് വരുന്നത്. അത് ഉടുക്കുന്നതൊക്കെ തുണിയല്ല, പട്ടാണ്. അതിനൊരു സ്ഥാനം കൊടുക്കുന്നു. നമുക്ക് സ്ഥാനം കുറയ്ക്കുന്നു. എന്ത് ചെയ്യും? എല്ലാത്തിനും നമുക്കൊരു വിഷമമാണ്. രാവിലെ എണീറ്റാൽ നോക്കിയാൽ ഒരു ന്യൂസ് തുറന്നാൽ എല്ലാം മരണമാണ്. ജലതരം കഴിക്കുന്നു, വാഹനം കൊണ്ട് കഴിക്കുന്നു, കുത്തിക്കൊന്ന് കഴിക്കുന്നു, എല്ലാവരും കഴിക്കുന്നു. എന്തിന്? മനുഷ്യന് ജീവിതം നിശ്ചയിച്ചിട്ടുണ്ട്. മാനുഫാക്ചറിംഗ് വേറിയേറ്റ് അറിയാതല്ല നെരുടിക്കുകയാണ്. അത് സംഭവം. പക്ഷെ ആർക്കും പറഞ്ഞാൽ ഒരു ചൂടോ ഒരു ഇതോ ഇല്ലാണ്ടായി. പിന്നെ എന്ത് ചെയ്യും? നമ്മളെ കൊണ്ട് ഇപ്പോൾ പുസ്തകങ്ങൾ തുടങ്ങാൻ പോകുന്നു. ഇംഗ്ലീഷാണ് ടൈറ്റിൽ, അകത്ത് മലയാളം. പ്രോവേർബ്സ് ഇൻ മലയാളം. അപ്പോൾ നമുക്കുള്ള ഒരു വിശേഷമുള്ള അണ്ണാക്കുണ്ടിൽ തന്നാനായത്. പിന്നെ ചെറുപ്പക്കാരോട് ശീലം മറക്കുമ്പോൾ മനുഷ്യനുള്ള കാര്യം മുല്ലത്തെ മുല്ലയ്ക്ക് സഭയൊക്കെ ഇല്ല. ഒരുപാട് നടക്കുന്നു. ഇപ്പോൾ പോയി സായിപ്പിൻ്റെ വക പറയും. എന്തുകൊണ്ട്? വായിക്കുന്നില്ല, പോകുന്നു. അവനെ നമ്മൾ കുറ്റം പറയുന്നില്ല. അവൻ പറയുന്നത് ശരിയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പറയുകയാണ്, ഞാൻ പറയുകയാണ്, നാളെ എന്നെ കാണാൻ പറ്റാം പറഞ്ഞല്ല പറയും. ഇപ്പോൾ ഞാൻ നിശ്ചയം വരാൻ നോക്കാം, കണ്ടുകൊണ്ട് അതിനർത്ഥം നോക്കാം. ആർക്കും അറിയാൻ വയ്യ. അതിനർത്ഥം വിശ്വാസമുള്ള ക്രിസ്ത്യൻ പീപ്പിൾ പറയുന്നത് ഒരു കാര്യം നടക്കണം, ഈശ്വരൻ്റെ അനുഗ്രഹം വേണമെങ്കിൽ കൂട്ടിലേക്കാക്കി ഏതുകൊണ്ട് യേശുക്രിസ്തുവിനെ അന്ധർമ്മമായിട്ട് കുരിശിക്കേറ്റത് ആ പരിശുദ്ധമായ മനം എന്നെ രക്ഷിക്കേണ്ടതാണ് അറിയാൻ വയ്യ. അപ്പോൾ ഇങ്ങനെ പോയാലും അവനറിയാം, നമുക്കറിയാം. അപ്പോൾ നമ്മളൊരു
പരിഷ്കാരമുള്ള കാട്ടളന്മാരെ ഈ അവരെ പറയും. അപ്പോൾ എന്താ കഷ്ടം വിചാരം ഇതാരെപ്പറ്റി കുട്ടികളെ ഒന്ന് തെറ്റിക്കുക. പണ്ട് ഒരു 20 വീട് 20 കുട്ടികളാണ്. അപ്പോൾ മാസ്റ്റർ അവരുമായിട്ട് ബന്ധമുണ്ട്. ഇപ്പോൾ 50 കുട്ടികളാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് മുമ്പിലിരിക്കുന്ന കുട്ടിക്ക് മനസ്സിലാവും. ഈ പുഴ കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാവില്ല. ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിന് ജില്ലയിലാവുമ്പോൾ പാലം കിട്ടുമ്പോൾ ഒന്നിങ്ങനെ പോകും. ബന്ധമില്ല, നോക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ വന്നു അടുത്തോളം ഇരുന്നൂറൊക്കെ അതോ അന്ന് വന്നാണ് രതീഷ്. ഇത് സോണി മലയാള അധ്യാപകനാണ്. അത് ഉണ്ണി വേറെ സർക്കാർ ജോലി ചെയ്യണം. അത് കൃഷ്ണസാന്ന് സുരേഷ്. അതാണ് നമുക്ക് സന്തോഷം തോന്നുന്നത്. കാണാൻ വേണ്ടി മനസ്സിൽ തോന്നുന്നത് കാലത്തിലോ മാറിയല്ലോ. എന്നിട്ടും എന്തിനും കഴിയും സ്നേഹമുണ്ടാകും. അത് ആർക്കും മാറ്റാൻ പറ്റില്ല. അത് വെച്ചുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് എപ്പോഴും ആഗ്രഹം. ഓരോ ആഗ്രഹം കൂടെ ഉണ്ടാകും. ഞാൻ വളരെ കത്തായി പോയി. കുടുംബത്തിലുള്ള ഇനിയുള്ളവർക്കും ജനങ്ങളുമായിട്ട് ആ സ്നേഹം വേണം. എല്ലാവരും എപ്പോഴും നന്നായിരിക്കണം. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ അങ്ങനെ കുട്ടികളെ പഠിപ്പിച്ചിരിക്കില്ല. നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതാണ് ശ്രീരാമൻ്റെ കഥ പറയും. ശ്രീരാമൻ ഒരു രാജ്യത്ത് തോൽപ്പിച്ചു. അപ്പോൾ പിറ്റേന്ന് മുതൽ ശ്രീരാമൻ ഉണ്ടാകാനായിട്ട് പാത്രമില്ല. അതൊക്കെ അകപ്പൊട്ട് കഴിഞ്ഞു. യുദ്ധത്തിൻ്റെ ഇല്ല. മണ്ണ് പാത്രത്തിലാണ് ആഹാരം കഴിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമ്മളുടെ ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ തന്നെ പങ്ക് പ്രോത്സാഹിക്കണം. അവരെ മാത്രത്തിൽ എനിക്ക് കഷ്ടപ്പെട്ടോണ്ട് പറയാൻ പാടില്ല. അതാണ് ഫ്രഞ്ച് റെവല്യൂഷൻ വന്നപ്പോൾ ഒരു അത്ഭുതമായിട്ടൊരു വാക്കുള്ളത്. എന്ത് രാജാവ് ലൂയി 15 ഭാര്യ മാറിയാത്തോടെ ആൾക്ക് വലിയ ക്ഷാമം വന്നു. രാജാവ് പറഞ്ഞു ബുദ്ധിമുട്ടുള്ള റൊട്ടിയില്ലാതെ കിട്ടില്ല. രാജ്ഞികൾ അറിയാറില്ല പറഞ്ഞു ആ റൊട്ടി വിടുന്ന കേൾക്കുന്നു. ഇതേ ജോലിയിലൂടെ പറ്റുമ്പോൾ പോകും. അപ്പം അങ്ങനെ ഒരുപാട് തെറ്റുകൾ വരുന്നു. നമുക്ക് അതുപോലെ വളരെ സന്തോഷമായി. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി ശ്രദ്ധിച്ച് ചെയ്താൽ ഇത് ഭയങ്കര സന്തോഷമായിരിക്കും. അങ്ങനെയാണ്. ശരി.